പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായി നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ വരുന്ന ഓരോ വ്യക്തിയുടെ അടുത്തും, ഓരോ ഭക്തരുടെ അടുത്തും, ഓരോ കുടുംബത്തിൻ്റെ അടുത്തും എന്താണ് ദൈവാനുഗ്രഹം എന്ന് ഞാൻ അവരോട് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. നമ്മളാൽ കഴിയുന്ന വഴിപാടുകൾ അല്ലെങ്കിൽ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ, നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ദൈവവിശ്വാസവുമായി നമ്മൾ മുന്നോട്ട് പോയാൽ മതി എന്നുള്ളത് മാത്രമാണ് ജീവിത വിജയത്തിന് നമുക്ക് വേണ്ടോ. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ നമ്മൾ നോക്കിക്കാണുന്ന രീതിയിൽ വരുന്ന ചില ചിന്തകളാണ് നമ്മളെ തകർക്കുന്നത്. നമ്മൾ ഭയങ്കരമായ ഒരു പ്രശ്നത്തിലാണ് എന്നൊരു ചിന്തയും വെച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ, ഈവൻ നമ്മുടെ കുടുംബകാര്യത്തിൽ ഞാൻ വളരെയധികം പ്രശ്നത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി കുടുംബകാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ കുടുംബത്തിൽ കലഹങ്ങൾ വരും. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധിക്കായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നുണ്ടാവാം, ബിസിനസ് പരമായ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം, നമ്മൾ പലതരത്തിലുള്ള ബിസിനസ് ഡീലുകൾ, പലതരത്തിൽ കമ്മീഷൻസ് കിട്ടാനുള്ള ഒരുപാട് മാർഗങ്ങൾ ഇവിടെയുണ്ട്. ഈ കാര്യത്തിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ ഒരു ദുഃഖഭാരത്തോടു കൂടി, ഞാൻ വലിയൊരു പരാജയമാണ് എന്ന ചിന്തയോടുകൂടി എൻ്റെ പോക്കറ്റിൽ വെക്കാൻ 100 രൂപ പോലും ഇല്ല, പിന്നെ എങ്ങനെയാണ് എൻ്റെ കൈകളിലേക്ക് 10,000 രൂപ വരാ എന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഓരോ വ്യക്തികളും ബിസിനസ് ഡീലുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന കച്ചവടങ്ങളോ അല്ലെങ്കിൽ കുടുംബത്തിൽ മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെ ആ സംഘർഷാവസ്ഥയിലാണ് ഡീൽ ചെയ്യുന്നത്. സത്യത്തിൽ ദൈവാനുഗ്രഹം എന്ന എന്താണ്, ബ്ലെസ്സിങ് എന്താണ്? നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം ഇന്നതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക എന്നുള്ളത് തന്നെയാണ് ദൈവ അനുഗ്രഹം. ചിലർക്ക് അത് മനസ്സിലാവുന്നില്ല. ഒരു വീട്ടിൽ കലഹമുണ്ടാവുന്നു, ഭാര്യയും ഭർത്താവും തമ്മിൽ പറയുന്ന കാര്യങ്ങൾ രണ്ടും ശരിയായിരിക്കാം, രണ്ടും ഭാഗവും കറക്റ്റായിരിക്കും. ഇത് 2 ഭാഗവും കറക്റ്റാണ്, ഇന്ന് നമ്മൾ ഇരുന്ന് അത് കലഹിച്ചിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കുന്ന ഒരു തോന്നലുണ്ടായാൽ അവിടെ കലഹം ഉണ്ടാവില്ല. പക്ഷെ അവിടെ നമുക്ക് എന്താ ഉണ്ടാവുന്നത്? ഈഗോ പ്രോബ്ലംസ് ഉണ്ടാവും. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ പറഞ്ഞു, നമ്മളെ ഹർട്ട് ചെയ്തു. ആ പ്രശ്നം തുടങ്ങിയിട്ട് ചെറിയൊരു കാരണം കൊണ്ട് തുടങ്ങിയത് പിന്നീട് അതൊരു ഡൈവേഴ്സിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ വലിയ ഒരു കുടുംബ കലഹത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് വരാം. ദാമ്പത്തിക ബന്ധത്തിലായാലും ഇന്ന് ഭർത്താവിന് ഭാര്യയെ പ്രണയിക്കണമെന്ന് തോന്നുകയും ഭാര്യയ്ക്ക് ആ സമയത്ത് പ്രണയം തോന്നാതിരിക്കുകയും പിന്നീട് ഭാര്യയ്ക്ക് പ്രണയം തോന്നുന്ന സമയത്ത് ഭർത്താവ് വലിയൊരു സംഘർഷത്തിൽ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ 2 പേർക്കും വികാരങ്ങളും അതുപോലെ വിചാരങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഉണ്ടായത് വ്യത്യസ്ത സമയങ്ങളിലായിപ്പോയി. അതെന്താണ്? അതൊരു ദൈവാനുഗ്രഹ കുറവാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ മറ്റൊരു വ്യക്തിയും ചിന്തിക്കുകയും അത് കൃത്യമായി നമ്മളോട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഞാൻ ഇത് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പോട്ടെ, നിങ്ങളൊരു കാര്യം സംസാരിക്കാനായിട്ട് ഒരു കസ്റ്റമർ അടുത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ബിസിനസ് ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയോ നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. അത് 100% നടക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാനാവും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ അത് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു തോന്നൽ അവിടെ ജനറേറ്റ് ചെയ്യുന്നില്ല. ഈ തോന്നൽ എവിടെ നിന്നാണ് വരുന്നത്? ഈ ചിന്ത എവിടെ നിന്നാണ് വരുന്നത്? ഈ അട്രാക്ഷൻ എവിടെ നിന്നാണ് വരുന്നത്? ഈ പറയുന്ന നിമിത്തങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രവർത്തിക്കാതെയല്ല, നമ്മൾ നല്ലവരല്ലാണ്ടല്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാണ്ടുമല്ല. അതുകൊണ്ടാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ദൈവമേ എനിക്ക് എൻ്റെ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പ്രശ്നം വരുന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. കാരണം അവർ തെറ്റ് ചെയ്യുന്നില്ല എന്ന് അവർക്കറിയാം. പക്ഷെ ആ ഒരു ടൈമിങ് കറക്റ്റ് ആവുന്നില്ല. അതിനെയാണ് ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അത് സംഭവിക്കാൻ നമ്മൾ പൂജകളായാലോ ഹോമങ്ങളായാലോ പ്രാർത്ഥനകളായാലോ നമുക്ക് ഭയങ്കര ഗുണഫലമാണ്. നമ്മൾ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നമ്മളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു സ്പിരിച്വൽ തലത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഗുണാനുഭവങ്ങൾ കൂടും. നമ്മളോട് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. നമ്മൾക്ക് എതിരുകളായി നിൽക്കുന്ന ആൾക്കാർ വരെ എന്തിനാണ് ഇങ്ങനെ എതിര് കൂടുന്നതെന്ന് വരെ ചിന്തിച്ചു പോയി നമ്മളോടുള്ള ശത്രുബാധ അല്ലെങ്കിൽ ശത്രുതാ മനോഭാവങ്ങളൊക്കെ കുറഞ്ഞ് നമുക്ക് അനുകൂലമായി വരും. നമ്മളിലേക്ക് സമ്പത്ത് വരും, സമൃദ്ധി വരും. ഞാൻ വിഷ്ണുമായ സ്വാമിയെ ഇങ്ങനെ എല്ലാവരോടും പറയാൻ കാരണം ഈ രീതിയിൽ നമ്മൾ വിഷ്ണുമായ സ്വാമിയുടെ പൂജകൾ നമ്മൾ ചെയ്തു നോക്കൂ, നമുക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും.
ഈ പല തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ, നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ നമ്മൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ആ നെഗറ്റീവായിട്ടുള്ള തോട്ടുകളും പ്രവർത്തന രീതികളും ഓരോ മനുഷ്യനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന മാനസിക തലമല്ല ഒരു അമ്പലത്തിലോ ഉത്സവത്തിലോ അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴുണ്ടാകുന്ന ആംബിയൻസ് ഡിഫറെൻ്റ് ആണ്. കാരണം ആ ആംബിയൻസ് നമ്മുടെ ജീവിതത്തിന് ഇത്ര ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഓരോ വ്യക്തിയും എത്ര സ്ഥലങ്ങൾ കടന്നുപോയിട്ട് എത്ര പറമ്പുകൾ കടന്നുപോയി എത്ര പലതരത്തിലുള്ള വ്യക്തികളെയും കടന്നുപോയിട്ടാണ് അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് വരുന്നത്. ഇങ്ങനെയുള്ള നെഗറ്റീവുകളെയും പോസിറ്റീവുകളെയും പലതരത്തിലുമുള്ള പല ദോഷ ദുരിതങ്ങളിലൂടെയാണ് ഓരോ വ്യക്തിയും ഓരോ ദിവസവും അവൻ്റെ സ്പിരിച്വൽ ഓറ കടന്നു പോകുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഓറയെ ഇതുപോലെയുള്ള കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യും. നമ്മൾ പോലും ചിന്തിക്കാതെ പലതരത്തിലുള്ള ദുഷ്ട സ്വഭാവങ്ങൾ നമ്മളിലേക്ക് വരും. അത് നമ്മളുടെ അല്ല, പലതരത്തിലുമുള്ള നമ്മൾ പോലും അറിയാത്ത പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, സാഹചര്യം ഞാൻ പറയണത് നമ്മളിപ്പോൾ ഒരു പറമ്പിലൂടെ പോകുന്നു, ഒരു ശ്മശാന ഭൂമിയെ കടന്നു പോകുന്നു, നമ്മൾ ഒരു അമ്പലത്തെ കടന്നു പോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇത് വീണ്ടും സ്പെസിഫൈ ചെയ്ത് പറയുന്നത് നിങ്ങൾ ആലോചിക്കും, നമ്മൾ ഓരോ ദിവസവും എത്ര കലുഷിതമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകണം. എന്നിട്ട് നമുക്ക് ഭാഗ്യം ലഭിക്കുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എനർജിയെ ഇംബാലൻസ് ചെയ്യുന്ന പലതരത്തിലുള്ള സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകണമെന്നുള്ള ബോധ്യം നമുക്ക് വരുമ്പോൾ നമ്മൾ 100% നമ്മളെ എനർജൈസ് ചെയ്യാൻ, നമ്മളിലെ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് കൂട്ടാൻ, നമ്മളുടെ ചിന്തകൾ കറക്റ്റ് ആവാൻ, നമ്മൾ പെരുമാറുന്ന രീതി മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ, എല്ലാത്തിനും നമ്മുടെ എനർജിയെ ബാലൻസ് ചെയ്തേ പറ്റൂ. അതിന് നിങ്ങൾക്ക് വിഷ്ണുമായ സ്വാമിയെയും ചാത്തന്മാരെയും പ്രാർത്ഥിച്ചാൽ 100% നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. നിങ്ങൾ അതിന് വേണ്ട പൂജകളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ ഓറയിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാനും നെഗറ്റീവായിട്ടുള്ള ദോഷ ദുരിതങ്ങൾ മാറ്റാനും സാധിക്കും. ഗുരുതി പൂജയാവട്ടെ, നിങ്ങൾ സമർപ്പിക്കുന്നത് എന്തു വേണമെങ്കിലാവട്ടെ, നിങ്ങളുടെ പ്രസൻസ് ആവട്ടെ, നിങ്ങൾക്ക് വരാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾ പൂജകൾ എടുത്താൽ, നിങ്ങൾ അതിനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ റിസൾട്ട് കിട്ടും. നമ്മളെ നമ്മൾ അനലൈസ് ചെയ്യുക, നമ്മളിലാണ് ഒരു മാറ്റം വരേണ്ടത്. നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ, നല്ലൊരു ഡ്രസ്സ് നമുക്ക് ഇടുമ്പോൾ നമുക്കറിയാതെ ഒരു ആത്മവിശ്വാസം വരുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ ആലോചിക്കുക. എന്തുകൊണ്ട് പഴയ ഡ്രസ്സ് ഇടുന്ന ഒരു വ്യക്തിയും പുതിയ ഡ്രസ്സ് ഇടുന്ന വ്യക്തിയുടെയും മാനസികാവസ്ഥ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. വേറെ പ്രത്യേകിച്ച് ഒന്നും വന്നിട്ടുണ്ടാവില്ല. ആ പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ ഉണ്ടാകുന്ന ഫ്രഷ്നെസ് ആ വ്യക്തിയിലേക്കും വരുന്നു. ഒരു ഡ്രസ്സ് ഇടുമ്പോൾ പോലും നമ്മൾക്ക് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിൽ സ്പിരിച്വൽ പവേഴ്സ് കിട്ടുന്ന ഇങ്ങനെയുള്ള പൂജകളുടെയും ഹോമങ്ങളുടെയും അമ്പലങ്ങളാവട്ടെ, പള്ളികളാവട്ടെ, ഏതു മതപരമായ കാര്യങ്ങളാവട്ടെ നമ്മളിൽ ഒരു പുത്തൻ ഉണർവ് നൽകും. ആ ഉണർവ് സ്വീകരിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന, നല്ല ആരോഗ്യമുള്ള, നല്ല സമ്പത്തുള്ള, നല്ല രീതിയിൽ അംഗീകാരം കിട്ടുന്ന ഒരു പ്രമാണിയായിട്ട് ഓരോ വ്യക്തിയും മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.